ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. ഇന്നലെ പോലെ തോന്നിയ പല കാര്യങ്ങളും ഇന്ന് ഓർമ്മയായി മാറിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആരും കാണുന്നില്ലല്ലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ വെറുതെയാകുമെന്ന് പലപ്പോഴും നമ്മൾ കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആത്മാർത്ഥതയെ ലോകം വിലമതിക്കുന്നില്ല എന്നോർത്ത് നമ്മൾ നിരാശപ്പെട്ടിട്ടുണ്ടാവാം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ഓരോ നിമിഷത്തെയും അമൂല്യമാക്കി മാറ്റാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 2 കൊരിന്ത്യർ 5:10 വചനം ഇപ്രകാരം പറയുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ദിവസം നാം എല്ലാവരും ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇത് ഭയപ്പെടുത്തുവാനുള്ള ഒരു സന്ദേശമല്ല, മറിച്ച് അർത്ഥവത്തായ ജീവിതം നയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു വചനമാണ്. AD 55-56 ഇടയിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികൾക്ക് എഴുതിയതാണ് ഈ കത്ത്. കൊരിന്ത് സമ്പന്നവും വ്യാപാരപരമായി വളർന്നുമായ ഒരു നഗരമായിരുന്നു. അക്കാലത്ത് അവിടുത്തെ സഭ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു. വിഭജനങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, ലൗകിക സ്വാധീനങ്ങൾ, ആത്മീയ പോരാട്ടങ്ങൾ, അങ്ങനെ തുടങ്ങിയ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്താണ് വിശുദ്ധ പൗലോസ് ഈ ലേഖനം അവർക്ക് വേണ്ടി എഴുതുന്നത്. അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത് ഭൂമിയിലെ വിജയങ്ങളെക്കാൾ നിത്യ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ്. തൻ്റെ ജീവിതത്തിലെ കഠിനമായ പീഡനങ്ങൾക്കിടയിലും തളരാതെ മുന്നേറാൻ പൗലോസിനെ സഹായിച്ച ആ വലിയ സത്യമാണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. അക്കാലത്ത് കൊരിന്ത് നഗരത്തിൻ്റെ മധ്യഭാഗമായ ബേമ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പീഠമുണ്ടായിരുന്നു. വലിയ കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും കിരീടങ്ങളും നൽകുന്നത് ഈ പീഠത്തിൽ വെച്ചായിരുന്നു. ഇത് ശിക്ഷിക്കാനുള്ള ഇടമല്ല, മറിച്ച് ഒരാളുടെ കഠിനാധ്വാനത്തെ വിലയിരുത്തി ബഹുമതികൾക്ക് നൽകുന്ന ഇടമാണ്. ആ ഒരു ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് ഈ വചനം ഇവരോട് സംസാരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദര, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദിവസവും ഓരോ നിക്ഷേപമാണ്. ആരും കാണാതെ നമ്മൾ ചെയ്ത സഹായങ്ങൾ, സത്യസന്ധത പാലിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിച്ചത് ഇതൊന്നും പാഴായി പോവുകയില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യത്തിനും ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ഇവിടെ തീയത എന്ന് ഉദ്ദേശിക്കുന്നത് വെറും തെറ്റായ കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കൂടിയാണ്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണെന്നാണ്. നാം ചെയ്യുന്ന ഒന്നും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. നാം പറയുന്ന നല്ല വാക്കുകൾ, നാം ചെയ്യുന്ന സഹായങ്ങൾ, നാം കാണിക്കുന്ന സ്നേഹം, നാം ചെയ്യുന്ന ത്യാഗങ്ങൾ എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇന്നത്തെ ലോകം വിജയത്തെ പണം, പദവി, പ്രശസ്തി എന്നിവ കൊണ്ടാണ് അളക്കുന്നത്. എന്നാൽ ദൈവം വിജയത്തെ അളക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു, നമ്മുടെ സ്വഭാവത്തെ നോക്കുന്നു, മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുന്നു. നമ്മുടെ ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിൽ നോക്കാം. ആദ്യമായി 1, സത്യസന്ധതയോടെ ജീവിക്കുക. ആരും കാണാത്തപ്പോഴും ശരിയായത് ചെയ്യുക. 2, മനുഷ്യരെ വസ്തുക്കളെക്കാൾ വിലമതിക്കുക. സ്നേഹവും ബന്ധങ്ങളും സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണ്. മനുഷ്യർ ഓരോരുത്തരും അമൂല്യമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളിലുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഏറ്റവും വലിയ അമൂല്യ സമ്പത്താണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മുഖഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് 3, ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിക്കുക. ഓരോ വ്യക്തിക്കും പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് പാഴാക്കാതെ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളുടെ കഴിവുകൾ ഉപയോഗിക്കുക. അത് ദൈവത്തിന് സന്തോഷകരമാണ്. അവന് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് അവൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഉപയോഗിക്കുക. പിന്നെ 4, ഓരോ ദിവസവും പ്രയോജനപ്പെടുത്തുക. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അർത്ഥവത്താക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കും നാളെ ചെയ്യാം.
ഈ വചനം തുടങ്ങാനായിട്ട് ഞാനും കുറേ വർഷങ്ങളായി ചിന്തിക്കുന്നു. പലപ്പോഴും ചിന്തിക്കും എല്ലാം റെഡിയായിട്ട് ചെയ്യാമെന്ന്. പലപ്പോഴും എനിക്കറിയാം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതൊന്നും വളരെ കൃത്യമല്ല, ഇതിനകത്ത് ഒന്നും ശരിയല്ല, ഒരു 25% പോലും ശരിയല്ല. എങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ അന്ന് സ്റ്റാർട്ട് ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പം ദൈവം തന്നിരിക്കുന്ന ആ ഓരോ ദിവസവും പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ സമയം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? വെറും ലോക പ്രശസ്തിക്ക് വേണ്ടിയാണോ? വെറും പണത്തിന് വേണ്ടിയിട്ടാണോ? അതോ ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അച്ചടക്കം തീർച്ചയായും നൽകും. മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടി ജീവിക്കാതെ, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കാതെ, ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കും. കാരണം അന്ന് ന്യായാസനത്തിലിരിക്കുന്ന ആ ദൈവം നമ്മെ വിധിക്കാൻ കാത്തിരിക്കുന്ന ഒരു ശത്രുവല്ല, ഒരു വലിയ ജഡ്ജിയല്ല, മറിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകി, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച്, നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഗൗരവമായി കാണാം. നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലത്തിനായി ഇന്നു മുതൽ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കും എന്ന് ഇപ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കഠിനാധ്വാനം വെറുതെയല്ല, നമ്മുടെ നന്മ ദൈവം കാണുക തന്നെ ചെയ്യും. മറ്റുള്ളവർ നമ്മുടെ നല്ല പ്രവർത്തികൾ മറന്നാലും ദൈവം മറക്കുകയില്ല. ജീവിതം ചിലപ്പോൾ അന്യമായി തോന്നിയാലും ദൈവം അതിനൊരു പരിഹാരം കാണും. എല്ലാം അറിയുന്നവനാണ് അവൻ. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, ധൈര്യത്തോടെ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക. ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കാം: ഒരു ദിവസം നാം എല്ലാവരും ക്രിസ്തുവിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഭയത്തോടെയല്ല, ഉത്തരവാദിത്വത്തോടും പ്രത്യാശയോടും ജീവിതം തന്നിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഓരോ ദിവസവും അർത്ഥവത്താക്കാം, നന്മ ചെയ്യാം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. നാളെ നമുക്കുള്ളതല്ല, ഇപ്പോൾ നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ ജ്ഞാനത്താലും ശക്തിയാലും അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ കർത്താവേ, ഇത് പങ്കുവയ്ക്കുന്ന എല്ലാവരും ഈ നിമിഷത്തിൽ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നിന്റെ ചിറയൻമറവിൽ അവരെ മറക്കണമേ. ഒരു അന്ധകാര ശക്തിയോ അവരെ കീഴടക്കുവാൻ, പിശാച് അവരെ നോക്കുവാൻ പോലും അനുവാദം കൊടുക്കരുത് കർത്താവ്. നിന്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവേ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും 100 മടങ്ങായി പ്രതിഫലം കൊടുക്കുന്നവനാണ് നീ എന്നുള്ളതിനാൽ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ പലപ്പോഴും നിന്നെ മറന്നുപോയി കർത്താവേ. നീ ചെയ്ത നന്മകൾ കാണാതെ പോയി കർത്താവേ. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടിയിട്ട്, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കുറ്റം പറയുവാനും ഉപദ്രവിക്കാനും ദോഷം ചെയ്യുവാനും വെറുതെ ഇരുന്ന സമയം കളയുവാനും ഒക്കെ ഞങ്ങൾ എടുത്തു കർത്താവേ. അടിയങ്ങളോട് ക്ഷമിക്കണമേ, അടിയങ്ങളോട് പൊറുക്കണമേ. അർത്ഥവത്തായി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടി ആയിരിക്കാൻ, ഈ ലോകത്തിൻ്റെ പണത്തിനോ പ്രശസ്തിക്കോ പേരിനോ മറ്റോ ഒന്നും ആയിത്തീരാതെ നിന്റെ തിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം, നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ മറച്ചു കൊള്ളണമേ. എത്ര കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, കരഞ്ഞ് കലങ്ങിയിരിക്കുന്നവരാണെങ്കിലും, വിഷമത്തിലായിരിക്കുന്നവരാണെങ്കിലും, ആരും സഹായത്തിനില്ലാത്തവരാണെങ്കിലും, കർത്താവെ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരാണെങ്കിലും, ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവരാണെങ്കിലും, നിന്റെ വലതുനേരം നീട്ടി അവരെ സൗഖ്യമാക്കി അവരെ രക്ഷിച്ച് നിന്റെ ചുഴന്മറയിൽ നിന്ന് മറക്കണമേ. അവരുടെ നല്ല ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നീ കൊടുക്കണമേ. സന്തോഷവും സമാധാനവും ഐശ്വര്യം നീ കൊടുക്കണമേ. നിന്നെ അറിഞ്ഞുകൊണ്ട് ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി നിന്റെ ചുഴന്മറയിൽ മറക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന സകലരെയും സകലത്തെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ രക്തവളപ്പിൽ അവരെ മറച്ചുകൊള്ളണമേ. കർത്താവേ, നിന്റെ തൃപ്പാദത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം നീ ആലോചന പറഞ്ഞ് അവരെ വഴി നടത്തണമേ. കർത്താവേ, പലവിധമായ പ്രയാസങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകായിരങ്ങളുണ്ടല്ലോ കർത്താവേ.
കർത്താവെ അവരെ തൊടണമേ കർത്താവ്. നിനക്ക് സാധിക്കും കർത്താവെ, നിനക്ക് സാധിക്കും കർത്താവെ. ഇസ്രായേലിനെ നീ വഴി നടത്തിയതുപോലെ കർത്താവെ നീ വഴി നടത്തണം. നിന്റെ മക്കളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. അവരായിരിക്കുന്ന ആ സങ്കടഘട്ടങ്ങളിൽ നിന്ന് പൂർണ്ണമായി അവർക്ക് വിടുതൽ നൽകി നിന്റെ സ്നേഹം നൽകി അവർ വീണ്ടും എടുത്തു കൊള്ളണമേ. നീ എപ്പോൾ വരുന്നുവോ ആ നിമിഷം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളും കൂടെ പറന്നു വരുവാൻ തക്കവണ്ണം, നിന്റെ സന്നിധാനത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുള്ള സർവ്വപാപങ്ങൾ അടിങ്ങളോട് പൊറുക്കണമേ. അടിങ്ങളെ കഴുകണമേ. രക്താംബരം പോലെ കട്ടും ചുവപ്പായ പാപങ്ങളായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് കർത്താവേ. പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും സമർപ്പിക്കുന്നു. നീ ഏറ്റെടുത്ത് വഴിയെടുത്തതിനായി സ്തുതിക്കുന്നു കർത്താവേ. ശിഷ്ട ജീവിതം നിനക്ക് വേണ്ടി ആയിരിക്കാൻ തക്കവണ്ണം, നീ നൽകിയ നന്മകൾക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ തൃപാദത്തിലേക്ക് അടിയങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. വഴി നടത്തണമേ. ആലോചന പറഞ്ഞ് വഴി നടത്തണമേ. നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവർക്കും സന്തോഷ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇറങ്ങി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.